നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആഞ്ഞിലി അതല്ലെങ്കിൽ അയനിപ്ലാവിനെ കുറിച്ചാണ്. പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഏകദേശം 1000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും നാട്ടിൻ പ്രദേശങ്ങൾ, മണൽത്തീര പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു വൃക്ഷമാണിത്. കൊടും ചൂടും തണുപ്പും സഹിക്കാൻ കഴിവുള്ള ഒരു നിത്യഹരിത വൃക്ഷമാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആട്രോകാർപ്പസ് ഹിർസ്യൂട്ട എന്നതാണ്. ഇത് മൊറേസിയ ഫാമിലിയിലെ അംഗമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ലിഗുജം, സ്ഥൂലസ്കന്ധം, അമ്പുപനസം എന്നെല്ലാം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്ലാവിനോട് സാദൃശ്യമുള്ള ഇത് ഒരു വലിയ വൃക്ഷമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ തടി ഈടും ഈർപ്പവുമുള്ളതാണ്. അത് തേക്കിന് തുല്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഫർണിച്ചറുകളും വള്ളങ്ങളും ഉണ്ടാക്കാനായി ഇതിൻ്റെ തടി ഉപയോഗിച്ചു വരുന്നു. ഈടും ഈർപ്പവുമുള്ള ഇതിൻ്റെ തടി ചിതലരിക്കാത്തതും വിണ്ടുകീറാത്തതുമാണ്. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് തവിട്ട് നിറമാണ് കാണപ്പെടുന്നത്. ഏകദേശം പ്ലാവിലയുടേതു സമാനമായ ഇലകളാണ് ഇതിൻ്റെ ഇലയ്ക്കുമുള്ളത്. ഏകദേശം 10 തൊട്ട് 20 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള ഇതിൻ്റെ ഇലയുടെ അടിഭാഗം കൂർത്തതാണ്. ഇത് കാലിത്തീറ്റയായി ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. ഇലയുടെ ഉപരിതലം മിനുസമുള്ളതും കടും പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത്. അടിഭാഗം ഇളം പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ആഞ്ഞിലിപ്പഴം, അയിനിച്ചക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഫലം ഏതാണ്ട് കടച്ചക്കയോടും ചക്കയോടും സാദൃശ്യമുള്ളതാണ്. ഇതിൻ്റെ ഏകദേശം 10 ഇഞ്ചോളം നീളം കാണും. മുള്ളുകൊണ്ടുള്ള ഒരു തൊലിയാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് ഇത്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ചുളയും അതുപോലെ വിത്തുകളും കാണപ്പെടുന്നു. മധുരവും പുളിയും കലർന്ന സ്വാദുള്ള ഇതിൻ്റെ ഫലം രുചികരവും ദേഹത്തെ തടിപ്പിക്കുന്നതുമാണ്. ഇതിൻ്റെ കുരുവും പഴവും ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ കുരു വറുത്ത് ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കാറുണ്ട്. ഇല, കറ, ചാരം തുടങ്ങിയവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ധാരാളം ധാതുലവണങ്ങളും അന്നജവും പ്രോട്ടീൻസും അടങ്ങിയതാണ് ഇതിൻ്റെ ഫലം. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഇതിൻ്റെ പൂക്കുന്ന കാലം. മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. അവ പ്രത്യേകമായി ആൺപൂക്കളും പെൺപൂക്കളും വേറെ വേറെ കുലകളിൽ കാണപ്പെടുന്നു. വൃഷണവീക്കം, ചർമ്മരോഗങ്ങൾ, കഴൽ വേദനകൾ തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. അയിനിച്ചക്ക അതിൻ്റെ ഉപയോഗം പറയുകയാണെങ്കിൽ അതൊരു ഒരു പോഷക സമൃദ്ധമാണത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശുക്ലവർദ്ധനമാണ്. വൃക്ഷം എന്ന് പറയും. ഈ ശുക്ലധാതുവിനെ വർദ്ധിപ്പിക്കാനുള്ള വളരെ മൂലകങ്ങളോടുകൂടിയ ഔഷധങ്ങളോടുകൂടിയ ഒരു കായയാണ് ഈ അയിനിച്ചക്ക. നല്ല സ്വാദുള്ളതാണ്. ഇത് പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ തൊലിയിട്ട് കഷായം വെച്ചിട്ട് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ, പ്രത്യേകിച്ച് മുഖത്തുണ്ടാകുന്ന ഈ പഴുപ്പോട് കൂടിയ കുരുകൾക്ക് അത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരു ശമിക്കും. പിന്നെ ഇതിൻ്റെ തൊലി, അതിൻ്റെ പൊടിച്ച പൊടി ഈ വ്രണത്തിൽ വെച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്രണം പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഈ അയിനിച്ചക്കയുടെ കുരുവും മറ്റേ വലിയ ചക്കക്കുരു പോലെ തന്നെ ഈ അയിനിച്ചക്കയുടെ കുരു ഹൈലി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ്. ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതുപോലെ ദിവസം ഒരു 4 കുരു പൊടിച്ചിട്ട് അല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ഓരോ ടീസ്പൂണിൽ നിന്ന് പാല് കലക്കി കഴിച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഇല ഒരു കാലിത്തിരിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കന്നുകാലികൾക്ക് തീറ്റയ്ക്കായി കൊടുക്കാൻ പറ്റിയതാണ് ഈ ഇല. എല്ലാം ഈ അയിനിച്ചക്കയുടെ സമൂലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്.